ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിംഗ് നൗ. അപ്പം നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ സെക്കൻഡിലെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 ചോദ്യങ്ങളാണ്. മറ്റേതിന് മുമ്പ് നമ്മളെടുത്ത ആ സെയിം 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ ആണ്. നോക്കാം. ഫസ്റ്റ് വൺ, ദ ടണൽ എഫക്ട് ഇൻ ടണൽ ഡയോഡ്സ് ഒക്കർ ഡ്യൂ ടു. ഈ പറയുന്ന ടണലിംഗ് എഫക്ട് എന്ന് പറയുന്നത് ടണൽ ഡയോഡിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനയാണ് ടണലിംഗ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടണലിംഗ് എഫക്ട് എന്ന് പറയുന്നത് ടണൽ ഡയോഡിൽ ചോക്കേഴ്സ് ഡ്യൂ ടു എന്ത് കാരണമാണ് അത് ഉണ്ടാവുന്നത്? അവലാൻച്ച് ബ്രേക്ക് ഡൗൺ കാരണമാണോ, ഹൈ ഫോർവേഡ് ബയാസ് കാരണമാണോ, ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് കാരണമാണോ, മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ കാരണമാണോ, എന്ത് കാരണമാണ് ഈ പറയുന്ന ടണലിംഗ് എഫക്ട് എന്ന് പറയുന്നത് ടണൽ ഡയോഡിൽ സംഭവിക്കുന്നത്? Tunneling occurs when electron pass through the narrow depletion region. നമുക്കറിയാം ഹൈലി ഡോപ്ഡ് ആണ് ഈ പറയുന്ന ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്കുള്ള ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് നാരോ ആയിരിക്കും. നാരോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് ഇലക്ട്രോൺസിന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഈ പറയുന്ന നാരോ ഡിപ്ലീഷൻ റീജിയൻ ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസ് പെട്ടെന്ന് പോകുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റർണൽ എനർജി നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ദ നാരോ ഡിപ്ലീഷൻ റീജിയനിൽ കൂടി ഇലക്ട്രോൺസ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും വിത്തൗട്ട് റിക്വയറിംഗ് ദ എനർജി ടു ഗോ ഓവർ ദ ബാരിയർ. ഓക്കെ, എക്സ്പ്ലെയിൻ ബൈ. ഇതാണ് ക്വാണ്ടം മെക്കാനിസത്തിൽ പൊതുവെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ടണലിംഗ് എഫക്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡ്യൂ ടു, ആ എഫക്റ്റിനെ നമുക്ക് പറയാവുന്ന പേരെന്താണ്? അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ദ ടണൽ എഫക്ട് ഇൻ ടണൽ ഡയോഡ്സ് ഡ്യൂ ടു എന്താണ്? ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്. ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് ആണ്. ഓക്കെ, അടുത്തത്, a BGT has VBE is equal to 0.7 volt and VCE is equal to 0.1 volt. അതായത് വോൾട്ടേജ് അക്രോസ് ദ ബേസ് എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് 0.7 വോൾട്ടും വോൾട്ടേജ് അക്രോസ് ദ കളക്ടർ എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് 0.1 വോൾട്ടും ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു BJTന്റെ ഫിഗർ ഒക്കെ ഇപ്പോൾ മനസ്സിൽ വരണം അല്ലേ? കട്ട് ഓഫ് ആണോ, സാച്ചുറേഷൻ ആണോ, ആക്റ്റീവ് റീജിയൻ ആണോ, അതോ ബ്രേക്ക് ഡൗൺ റീജിയൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് VBE എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ബേസ് എമിറ്റർ ആ വോൾട്ടേജ് ആണ്. VC എന്ന് പറയുന്നത് വളരെ കുറവാണ്. കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആയതുകൊണ്ട് അത് വളരെ ലോ ആണ്. അപ്പൊ അതിനർത്ഥം ഈ പറയുന്ന ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ്? ദിസ് ഇൻഡിക്കേറ്റ്സ് സാച്ചുറേഷൻ റീജിയൻ, ദാറ്റ് ഈസ് ദ ബോത്ത് ജംഗ്ഷൻസ് ഫോർവേഡ് ബയാസ്ഡ്. അതായത് ഇത് ഫിഗർ വരുമ്പോൾ നമ്മുടെ BJT എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിൽ പ്രത്യേകിച്ച് അവർ എടുത്തു പറഞ്ഞിട്ടില്ല അത് ഇന്ന BJT ആണെന്നുള്ളത് നമ്മളടുത്ത് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് VBE എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 0.7 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സിലിക്കൺ BJT ആയിരിക്കും അല്ലെ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഉള്ള ഒരു BJT ആണ്. അപ്പൊ ഇതില് കോമൺ എമിറ്ററിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് VBE എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. അതായത് ഈ പറയുന്ന സംഭവം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഫോർവേഡ് ബയാസ് ആക്കുന്നത് എന്താണ്? 0.7 വോൾട്ട് ആണ്. ഔട്ട്പുട്ടിൽ വരുന്ന VCE എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 0.1 വോൾട്ട് ആണ്. അതായത് ഈ പറയുന്ന VBE-നേക്കാളും കുറഞ്ഞ വോൾട്ട് ആണ് VCE വരുന്നത്. അപ്പൊ അതായത് ഇതിനേക്കാളും ചെറിയ വോൾട്ടാണ് അവിടെ വരുന്നത് പറയുമ്പോൾ അവിടെ എന്താണ്? ആ ഭാഗം ഫോർവേഡ് ബയസ്ഡ് ആണ് അല്ലെ? നമുക്ക് അങ്ങനെയല്ലേ സാധാരണ ഒരു BJT-ന്റെ കേസ് പറയുന്ന സമയത്ത് ഈ പറയുന്ന രണ്ട് ഭാഗവും എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഫോർവേഡ് ബയസ്ഡ് ആണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗവും ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, വരുന്ന ഇൻപുട്ടിന്റെ ആ ഭാഗം എന്ന് പറയുന്നത് VBE 0.7 വോൾട്ടായി. അതിനർത്ഥം അത് ആ സിലിക്കൺ BJT-നെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് പാകപ്പെട്ടു. അതായത് അവിടെ ഫോർവേഡ് ബയസ്ഡ് ആണ്. ഇനി മറ്റേ VCE-ന്റെ സൈഡ് എടുക്കുന്ന സമയത്ത് അത് 0.1 വോൾട്ട് ആണ്. ഇതിനേക്കാൾ ചെറിയ വോൾട്ടേജ് ആണ്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് അത് ലോ വോൾട്ടേജ് ആണ്. അതിനർത്ഥം അവിടെ കളക്ഷൻ ബേസ് ജംഗ്ഷൻ അവിടെ എന്ത് സംഭവിച്ചു? ഫോർവേഡ് ബയസ്ഡ് ആയി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് ഭാഗവും ഫോർവേഡ് ബയസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഏത് റീജിയനിലാണ് അത് വർക്ക് ചെയ്യുക? രണ്ട് ഭാഗവും ഫോർവേഡ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തത് സാച്ചുറേഷൻ റീജിയനിലാണ് അല്ലെ? ബോത്ത് ജംഗ്ഷൻസും ഫോർവേഡ് ബയസ്ഡ് ആവുന്ന സമയത്ത് അത് സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. അതായത് ഈ അതിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ ഈ സൈഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് റീജിയനിലായിരിക്കും. രണ്ട് ഭാഗവും റിവേഴ്സ് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് റീജിയൻ ആയിരിക്കും? അത് റിവേഴ്സ് ബയസ്ഡ് റീജിയൻ ആയിരിക്കും. ഈ പറയുന്ന ഫംഗ്ഷൻസ് ആക്റ്റീവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത്
സ്റ്റാർട്ടിംഗ് ഭാഗത്ത് റിവേഴ്സ് ബയാസും ഔട്ട്പുട്ടിന്റെ ഭാഗത്ത് നമ്മൾ ഫോർവേഡ് ബയസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇൻവേഴ്സ് ആക്റ്റീവ് എന്നൊക്കെ നമ്മൾ ആ റീജിയൻസിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പോൾ ഒരു BJTക്ക് ഇങ്ങനെ VB is equal to 0.7 വോൾട്ടും വരുന്നുണ്ട്, VC is equal to 0.1 വോൾട്ടും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് രണ്ട് ഭാഗവും ഫോർവേഡ് ബയസ്ഡ് ആണ്, അതായത് അത് സാച്ചുറേഷൻ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ BJT ഹാസ് VC is equal to 5 വോൾട്ട്. ഒരു BJTന്റെ VC എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് വന്നിട്ടുണ്ട്. IC എന്ന് പറയുന്നത്, അത് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ വന്നത്. വാട്ട് ഈസ് പവർ ഡിസിപ്പേറ്റ്? നമുക്ക് പവർ ഡിസിപ്പേഷന്റെ ഫോർമുല അറിയാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. നമുക്കറിയാം P is equal to എന്താണ്? V into I ആണ് അല്ലെ. V എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5 വോൾട്ട് ആണ്, കറണ്ട് എന്ന് പറയുന്നത് 10 into 10⁻³ ആണ്, അതായത് 50 മില്ലി വാട്ട് ആണ് നമുക്ക് വരിക. 50 മില്ലി വാട്ട് ആണ് ഇതിന്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, in the ohmic region of JFET operation the device behaves like dash. നമ്മൾക്കറിയാം നമ്മളിപ്പോൾ BJTന്റെ കേസിൽ 3 റീജിയൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന JFETന്റെ ഓപ്പറേഷൻ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലും പല റീജിയൻസ് പഠിച്ചിട്ടുണ്ടാവും. അതിലൊരു പെർട്ടിക്കുലർ റീജിയനിൽ, അതായത് JFET ഓപ്പറേഷന്റെ ഓമിക് റീജിയനിലെ ഡിവൈസ് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. കറണ്ട് സോഴ്സ് ആയിട്ടാണോ, ഒരു ഡയോഡ് ആയിട്ടാണോ, ഒരു വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ ആയിട്ടാണോ, ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണോ അത് വർക്ക് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓമിക് റീജിയനെ തന്നെ പറയുന്ന പേരാണ് ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. JFET എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ റീജിയനിൽ റെസിസ്റ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് കൺട്രോൾഡ് ബൈ VGS. ഈ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണത്? VGS, അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ആണ് അത് കൺട്രോൾ ചെയ്യാം. അപ്പൊ യൂസ്ഫുൾ, ഇത് പൊതുവെ നമുക്ക് യൂസ് ചെയ്യുന്നത് അനലോഗ് സ്വിച്ചസിലും അതുപോലെ തന്നെ വേരിയബിൾ റെസിസ്റ്റേഴ്സിലും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് JFET ഓപ്പറേഷൻ ചെയ്യുന്ന ഓമിക് റീജിയനിലെ ഡിവൈസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? അതൊരു വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ ആയിട്ടായിരിക്കും ഓമിക് റീജിയനിൽ ആക്ട് ചെയ്യുക. ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മളുടെ ഫിഗർ വരുന്നത് എങ്ങനെയാണ് അതും കൂടെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കി വെക്കുക. VDSും IDയും വെച്ചിട്ടാണ് അതിന്റെ ഫിഗർ വരിക അല്ലെ. നമുക്കിപ്പോൾ ഫിഗർ വരുന്നത് കൊടുക്കുന്ന വോൾട്ടേജ് എക്സ് ആക്സിസിൽ വരും, VDSും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് IDയും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൂടുന്നതിനനുസരിച്ചിട്ട് കറണ്ട് അവിടെ കൂടും. നെഗറ്റീവ് വാല്യൂയിലാണ് അത് വർക്ക് ചെയ്യാന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ പോവാണ് ചെയ്യുക. ഇതിൽ ഇങ്ങനെ നെഗറ്റീവ് വാല്യൂയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് 0 വോൾട്ട്, പിന്നെ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് ഗ്രാഫ് താഴേക്ക് വരും അല്ലേ. അപ്പൊ അതിൽ ആ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് കറണ്ട് വരുന്ന അതിനെ പറയുന്ന പേരാണ് IDSS എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം ഡ്രെയിൻ കറണ്ട് ഒക്കെ നമ്മൾ. പിന്നെ അതില് ഒരു ബ്രേക്ക് ഡൗൺ റീജിയൻ വരും. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഓമിക് റീജിയൻ ആയിരിക്കും വരിക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സാച്ചുറേഷൻ റീജിയൻ ആണ്, അത് കഴിഞ്ഞാൽ വരുന്നത് എന്നാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ ആണ്. ആ റീജിയൻസും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A JFET has IDSS is equal to 10 milliampere, VP is equal to -4 volt and operates at VGS is equal to -2 volt. What is the transconductance GM at this point? Transconductance ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്ക് തന്നിട്ടുണ്ട് GM is equal to GM naught into 1 minus VGS divided by VP. അതിൽ GM naught എന്ന് പറയുന്നത് 2 IDSS divided by VP ആണ്. അപ്പൊ ഇത്ര ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും നോക്കാനായിട്ടില്ല അല്ലെ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ചോദിക്കുന്നത് എന്താണ്? ട്രാൻസ്കണ്ടക്ടൻസ് അറ്റ് ദിസ് പോയിന്റ് ആണ്, അതായത് GM ആണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. GM ആണ് നമ്മളത് ചോദിക്കുന്നത്. GM ആണ് ചോദിക്കുന്നത്. GM naught into 1 minus VGS divided by VP ചെയ്താൽ മതി. അപ്പൊ GM naught ആദ്യം കണ്ടുപിടിക്കണം. അത് 2 into IDSS divided by magnitude of VP ആണ്. അപ്പോൾ 2 into നമുക്കറിയാം IDSS തന്നിട്ടുണ്ട് 10 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ VP എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് VP എടുക്കുന്നത്, അതായത് നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഡിവൈഡ് ബൈ -4ന് പകരം +4 വന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 into 10 is equal to 10, 2 into 10 is equal to 20 divided by 4 which is equal to 5 millisecond. 5 ms ആണ് വരിക. സീമെൻസ് ആണ് കേട്ടോ, മില്ലി സീമെൻസ് ആണ് വരിക. നമുക്ക് ട്രാൻസ് കണ്ടക്ടൻസ് അല്ലേ, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സീമെൻസ് ആണ്. പിന്നെ ഇതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് GM ആണ്. അപ്പൊ GM-ൽ ഈ പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 5 മില്ലി സീമെൻസ് into 1 minus VGS divided by VP. VGS -2 വോൾട്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ
വി പി എന്ന് പറയുന്നത് -4 തന്നിട്ടുണ്ട്. അവിടെ മാഗ്നിറ്റ്യൂഡ് അല്ല എടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ വാല്യൂ ഡയറക്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2/4 എന്ന് പറയുന്നത് 1/2 ആണ്. അത് 0.5 ആണ്. അപ്പോൾ 1 - 0.5 × 5 വരും, which is equal to 2.5 മില്ലി സീമെൻസ് ആണ് ഓപ്ഷൻ വരിക. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് ഈ JFET has following transfer equation. തന്നിരിക്കുന്ന JFET ട്രാൻസ്ഫർ ഇക്വേഷൻ എന്ന് പറയുന്നത് ID is equal to 8 × 1 - VGS divided by -4 whole square milliampere ആണ്. What is the value of ID1? ഈ VGS ന്റെ വാല്യൂ -3 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് നമുക്ക് വ്യത്യാസം വരുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്? VGS ന്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് -3 വോൾട്ടിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -3 വോൾട്ട് ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ 8 × 1 -3 divided by -4, അതായത് 0.75, 1 - 0.75 the whole square, which is equal to 8 × 0.25 the whole square ആണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? ചെയ്യുന്ന സമയത്ത് 0.5 മില്ലി ആംപിയർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In a common source JFET amplifier, GM is equal to 3 millisiemens and the drain resistor RD is equal to 2 kilo ohm. What is the voltage gain AV ആ ചോദിക്കണം. വോൾട്ടേജ് ഗെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾക്ക് ഈ പറയുന്ന കോമൺ സോഴ്സ് JFET ആംപ്ലിഫയറിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് AV is equal to -GM × RD എന്ന് വരും. അപ്പൊ ഇതില് GM ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, RD ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. GM എന്ന് പറയുന്നത് 3 മില്ലി സെക്കൻഡ് തന്നിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. -3 × 10⁻³ × RD ന്റെ വാല്യൂ 2 കിലോ ഓം ആണ്. അത് 2000 which is equal to -6 വരും. അപ്പോൾ നെഗറ്റീവ് വാല്യൂ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻസർ വരെ രണ്ടും തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, -6 തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A JFET has VP is equal to -5 volt. What is the value of VGS? Will place the device in cutoff. ഈ പറയുന്ന ഡിവൈസ് കട്ട് ഓഫിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ VGS ന്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് VGS equal to പീക്ക് വോൾട്ടേജ് ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ പറയുന്ന കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താലാണ് കട്ട് ഓഫിൽ ഇതാവുന്നത് അല്ലെ. അപ്പൊ JFET എന്ന് പറയുന്നത് ടേൺ ഓഫ് കംപ്ലീറ്റ്ലി എപ്പോഴാണ്? VGS is equal to VP ആവുന്ന സമയത്താണ് അല്ലെ കട്ട് ഓഫ് ആവുന്നത്. VGS എന്ന് പറയുന്നത് അപ്പോൾ VP -5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ VGS എത്ര വോൾട്ട് ആയിരിക്കണം? -5 വോൾട്ട് ആയിരിക്കണം. VGS is equal to VP. VGS is equal to -5 വോൾട്ട് ആവുമ്പോഴാണ് നമുക്ക് കട്ട് ഓഫിലേക്ക് വരിക. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി -5 വോൾട്ട്. In a self-biasing JFET circuit, RS is equal to 1 kilo ohm, ID is equal to 4 milliampere. What VGS? Assume gate is at 0 volt. നമ്മൾക്ക് തന്നിട്ടുണ്ട് ഒരു സെൽഫ് ബയാസിംഗ് JFET സർക്യൂട്ടിൽ RS ന്റെ വാല്യൂ എന്ന് പറയുന്നത് റെസിസ്റ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് VGS ആണ് നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ടുള്ളത്. VGS എന്ന് പറയുന്നത് VG അതായത് ഗേറ്റ് വോൾട്ടേജ് മൈനസ് സോഴ്സ് വോൾട്ടേജ് ആണ് VGS എന്ന് പറയുന്നത്, which is equal to ഗേറ്റ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അസ്യൂം ഗ്രൗണ്ടഡ് ആണ് ത്രൂ കപ്പാസിറ്റർ തന്നിട്ടുണ്ട് അല്ലെ ഗേറ്റ്. അപ്പോൾ VG എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതില് VS എന്ന് പറയുന്നത് നമ്മൾക്ക് സോഴ്സ് വോൾട്ടേജ് ആണ്. സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് I × R ആണ്. വോൾട്ടേജ് is equal to കറണ്ട് × റെസിസ്റ്റൻസ് ആണല്ലോ. അതിൽ I എന്ന് പറയുന്നത് നമുക്ക് ഡ്രെയിൻ കറണ്ട് ആണ്, മറ്റേത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോഴ്സിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ ID × RS ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -4 മില്ലി ആംപിയർ ഇൻറ്റു ID എന്ന് പറയുന്നത് 4 മില്ലി ആംപിയർ ആണ് ഇൻറ്റു RS എന്ന് പറയുന്നത് 1 കിലോ ഓം ആണ്. അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 വോൾട്ട് ആണ് കിട്ടുക. മില്ലി എന്ന് പറയുമ്പോൾ × 10⁻³ ആണ്, കിലോ എന്ന് പറയുമ്പോൾ × 10³ ആണ്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഇപ്പൊ 4 × 1 മാത്രമേ വരുള്ളൂ. അത് എന്തായിരിക്കും? -4 വോൾട്ട് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A MOSFET has a threshold voltage VTH. നമുക്ക് മോസ്ഫെറ്റിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് VTH എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഇഫ് VGS എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 5 വോൾട്ട് ആണ്, ആൻഡ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് 4 വോൾട്ട് ആണ്. അതിൽ
ഇൻ വിച്ച് റീജിയൻ ഡസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോസ്ഫെറ്റ് ഇതിൽ ഏത് റീജിയനിലാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നത് വി ടി എച്ച് തന്നിട്ടുണ്ട്, വി ജി എസ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. കട്ട് ഓഫിലാണോ, ട്രയോഡിലാണോ, സാച്ചുറേഷനിലാണോ, സബ് ത്രഷോൾഡിലാണോ ഇത് വർക്ക് ചെയ്യാനാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം എൻ ചാനൽ മോസ്ഫെറ്റില് ഇത് റീജിയൻ ഓപ്പറേറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വി ജി എസ് ലെസ് ദാൻ വി ടി എസ്, ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറവാണ് വി ജി എസ് കട്ട് ഓഫിലായിരിക്കും. ഈ പറയുന്ന ത്രഷോൾഡ് വോൾട്ടേജ് വി ജി എസിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ, സോറി വി ജി എസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ത്രഷോൾഡ് വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ അത് സാച്ചുറേഷനിലായിരിക്കും. സാച്ചുറേഷനിലായിരിക്കും രണ്ട് കണ്ടീഷൻ, ഒന്ന് വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആയിരിക്കും, അതുപോലെ തന്നെ വി ഡി എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ജി എസ് മൈനസ് വി ടി എച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് സാച്ചുറേഷനിലാണ്. ട്രയോഡിലാണെങ്കിൽ വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആണ്, അതിന് കൂടെ തന്നെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് വി ഡി എസ് ലെസ് ദാൻ വി ജി എസ് മൈനസ് വി ടി എച്ച്. ഓക്കെ, അപ്പൊ കട്ട് ഓഫിനാണെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ത്രഷോൾഡ് വോൾട്ടേജ് വലുതായിരിക്കും എന്നുള്ള കണ്ടീഷൻ മാത്രമേ കട്ട് ഓഫിൽ വരുന്നുള്ളൂ. ഇവിടെ നോക്കുക, ത്രഷോൾഡ് വോൾട്ടേജ് 2 വോൾട്ട് ആണ്, പക്ഷെ വി ജി എസ് എന്ന് പറയുന്നത് എന്താണ് 5 വോൾട്ട് ആണ്, അതായത് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. അപ്പൊ വി ജി എസിന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ ഒന്നുകിൽ അത് എന്തായിരിക്കും, ഒന്നുകിൽ അത് ട്രയോഡിലോ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലോ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവാന്ന് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കണ്ട. ഓക്കെ, അപ്പൊ 5 വോൾട്ട് ആണ് അവിടെ വലുത്, അപ്പൊ 5 വോൾട്ട് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്, വി ഡി എസ് നോക്കുക. വി ഡി എസിന്റെ വാല്യൂ 4 വോൾട്ട് ആണ്. ഈ 4 വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തമ്മിൽ മൈനസ് ചെയ്യാം അല്ലെ. 5 മൈനസ് 2 ചെയ്യുന്ന സമയത്ത് 3 വോൾട്ട് ആണ്. അപ്പൊ വി ഡി എസിനേക്കാളും വി ഡി എസ് ആണ് അവിടെ വലുതായിട്ട് വരിക. അപ്പൊ വി ഡി എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു വി ജി എസ് മൈനസ് വി ടി എച്ച് അല്ലേ വരിക അല്ലെ. അപ്പൊ ഇതിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, സാച്ചുറേഷൻ ആണ് വരിക. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് മാത്രം വെച്ചിട്ട് നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മോസ്ഫെറ്റിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ത്രഷോൾഡ് വോൾട്ടേജും ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജും ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻസ് പഠിച്ചു വെക്കുക. നമ്മൾക്ക് കട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് വി ജി എസ് ലെസ് ദാൻ വി ടി എച്ച് ആയിരിക്കും, ത്രഷോൾഡ് വോൾട്ടേജിലായിരിക്കും അവിടെ മാക്സിമം വാല്യൂ വരിക. ഇനി ഇത് സപ്പോസ് വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻസ് എടുക്കുക, വി ജി എസും ത്രഷോൾഡ് തമ്മിൽ മൈനസ് ചെയ്യുക, എന്നിട്ട് അത് വി ഡി എസുമായിട്ട് കമ്പയർ ചെയ്യുക. അവിടെ വി ഡി എസ് കുറവാണെങ്കിൽ ത്രഷോൾഡ് ആയിരിക്കും, വി ഡി എസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ ത്രഷോൾഡ് ഈ വാല്യൂസ് ഒക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇക്വേഷൻ, ഈ പറയുന്ന റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏത് റീജിയനിലാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. കട്ട് ഓഫ് എന്ന് പറയുന്നത് വി ജി എസ് ലെസ് ദാൻ വി ടി എച്ച് ആണെങ്കിൽ അത് കട്ട് ഓഫ് ആയിരിക്കും. അതല്ല ട്രയോഡ് ആണെന്നുണ്ടെങ്കിൽ വി ജി എസ് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആയിരിക്കും, അതിന്റെ കൂടെ തന്നെ വി ഡി എസിന്റെ വാല്യൂ അവിടെ കുറവായിരിക്കും, തമ്മിലുള്ള ഡിഫറൻസ്. സാച്ചുറേഷനിലാണെന്നുണ്ടെങ്കിൽ വി ജി എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ടി എച്ച് ആണ്, മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഡി എസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, വി ഡി എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു വി ജി എസ് മൈനസ് വി ടി എച്ച് ആണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കാനായിട്ട്. നമുക്ക് 5 സെറ്റാണ്, 2 സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റിൽ വീണ്ടും കാണാം.